നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. പാലപ്പിള്ളി വലിയകുളത്താണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മിനി കോൺഫറൻസ് ഹാൾ KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം 27 മുതൽ 30 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലിയക്കര ടോൾ പ്ലാസയിലെ പൊതു ശൗചാലയത്തിലെ ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുകുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലേമണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത്. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലേമണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വീട്ടുകാർ ഒച്ച വെച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത്. പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെയും ഇവിടെ പുലിയെത്തി പശുക്കുട്ടിയെ കൊന്നിരുന്നു. മുണ്ടക്കാട്ടിൽ സുലൈഖയുടെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. തുടർച്ചയായി പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. 2 ദിവസം മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് വന്നതിൻ്റെ ശേഷം പുറത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഒരു കൂട് സ്ഥാപിക്കാൻ. അപ്പോൾ അവരൊന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെ അടുത്ത് സംസാരിച്ച് അവരെ കഴിഞ്ഞ ഒരു അപേക്ഷ മേടിച്ചിട്ട് എഴുതിയിട്ട് കൊണ്ട് കൊടുക്കാനാണ് അവർ പറയണത്. അപ്പോഴാണ് DFOക്ക് അവർ എഴുതി കൊടുക്കണം അപേക്ഷ ആയിട്ട്. അപ്പോൾ അവർ അതിനുള്ള തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതാണ് പെട്ടെന്ന് അവർക്ക് കൂട് വയ്ക്കുക പറയുമ്പോഴത്തേക്കും കൂട് വയ്ക്കാൻ പറ്റില്ല എന്ന് അവർ പറയണം. കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ജോൺ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ, ബ്ലോക്ക് ഭാരവാഹികളായ ഉല്ലാസ് ബാബു പോങ്കോത്ര, നന്ദകുമാർ കുളത്തൂർ, ജ്യോതിഷ് പ്രതാപ്, പ്രസാദ് മേപ്പുറത്ത്, പോളി പറപ്പൂക്കര, കുഞ്ഞുവറി നന്ദിക്കര എന്നിവർ നേതൃത്വം വഹിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അളകപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആമ്പല്ലൂർ INTUC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജിജോ ജോൺ, INTUC ദേശീയ സമിതി അംഗം ആന്റണി കുറ്റൂക്കാരൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജനി ഗോപിനാഥൻ, ബ്ലോക്ക് ഭാരവാഹികളായ പിന്റോ മഞ്ഞളി, O വിജയൻ, ഓസ്റ്റിൻ തെക്കുംപുറം, ഗോപിനാഥൻ, ശ്രീകാന്ത്, ജോസ് പ്രകാശ്, മനോജ് സുന്ദർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലത്തിലെ പ്രവർത്തകരായ സുന്ദരൻ, സന്തോഷ് പാറേക്കാടൻ, ശശി, സുരേഷ്, ഡേവിസ്, ബാബു പ്ലാക്യ, അഭിഷേക്, ജേക്കബ് എന്നിവർ സന്നിഹിതരായി. തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ഷെന്നി പനോക്കാരൻ,
സുനിൽ മുളങ്ങാട്ടുകര, സൈമൺ നമ്പാടൻ, ലിസി ജോൺസൺ, ഷമീറ ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയുമായിരുന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ കെ കരുണാകരന്റെ ചരമവാർഷികമാണെന്ന് കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ച് ശക്തിയാണെന്ന് പറഞ്ഞ് കളിയാക്കിയ കോൺഗ്രസിന് 7 നിന്ന് 70ലേക്ക് 100ലേക്ക് കരകയറ്റി കേരള ഭരണം തിരിച്ചുപിടിച്ച് കേരളത്തിൽ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂർ അധ്യക്ഷത വഹിച്ചു. നൈജോ വാസുപുരത്തുകാരൻ, സിജിൽ ചന്ദ്രൻ, സുരേഷ് അരിക്കാട്ട്, ലിനോ മൈക്കിൾ, കുട്ടൻ പുളിക്കലാൻ, PC വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. ബാബു മനക്കുളങ്ങര പറമ്പിൽ, വർഗീസ് കോടാലി, ശിവൻ കുറവങ്ങാട്ട് എന്നിവർ നേതൃത്വം വഹിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ച ഒരു നേതാവിന്റെ പേരാണ് നമ്മൾ അതിലൂടെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മിനി കോൺഫറൻസ് ഹാൾ KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. വൈസ് പ്രസിഡന്റ് TG അശോകൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ E ധന്യ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ബഷീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തൊടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ്, സദാശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത നന്ദകുമാർ, ഷീല ജോർജ്, EK സദാശിവൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, TS അനിൽകുമാർ, MB ജലാൽ, ഷൈജു പട്ടികാട്ടുകാരൻ, T കിൻസ്ബോയ് എന്നിവർ പ്രസംഗിച്ചു. ഒരു ചെറിയൊരു മീറ്റിംഗ് നടത്തി. ഒരു 10-50 പേരുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ, പൂർവ്വവർഗമെല്ലാം ചേർന്നുള്ള പ്രത്യേക ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള മീറ്റിംഗ് നടത്താനുള്ള ഒരു അസൗകര്യം ഇവിടെ പല ഘട്ടങ്ങളിലും. നമ്മൾക്കറിയാം, നമ്മുടെ ഏതൊരു പരിപാടി നടത്തുകയാണ് നമ്മളുടെ കോൺഫറൻസ് ഹാളിൽ, കമ്മിറ്റി കൂടുന്ന ഹാളിലാണ് എല്ലാവരും തിങ്ങി ഞെരിഞ്ഞ് ഇരിക്കാറുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് തന്നെ ഒത്തിരി പ്രോജക്റ്റുകൾ എല്ലാ മേഖലയ്ക്കും നമ്മൾ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടെ ട്രെയിനിങ്ങിനൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളാണ്, വേണ്ടത്ര സൗകര്യമില്ല, അവിടേക്ക് അടിപൊളി സൗകര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അന്നേ നമ്മുടെ മനസ്സിൽ ഉണ്ടായൊരു ആശയമാണ്. അപ്പോൾ അത് നമ്മളിന്നിവിടെ പ്രവർത്തികളിലെത്തിക്കുകയാണ്. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം 27 മുതൽ 30 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 വൈകുന്നേരം ഫാദർ റാഫേൽ പഞ്ഞിക്കാരന്റെ കാർമ്മികത്വത്തിൽ തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റവും വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. 29 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ടോം ആളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്ങുന്നതുപുഴ, ജനറൽ കൺവീനർ ബാബു പറപ്പുള്ളി, കൈക്കാരൻ തോമസ് ചൂരക്കൽ, കൺവീനർ സിജോ മഞ്ഞളി, ജോയിന്റ് കൺവീനർ ചാക്കുണ്ണി മാളിയക്കൽ എന്നിവർ പങ്കെടുത്തു. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാള് ഏറ്റവും ആഘോഷപൂർവ്വം ഈ വർഷം കൊണ്ടാടുന്നു. ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച 27-ാം തീയതി വൈകിട്ട് 5:30-ക്കാണ് തിരുനാളിൻ്റെ കൊടിയേറ്റം. വൈകിട്ട് 7 മണിക്ക് ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ. തെരുവിലും കടകളിലും എല്ലാം ക്രിസ്മസ് ആവേശമായി. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ. തെരുവിലും കടകളിലുമെല്ലാം ക്രിസ്മസ് ആവേശമായി. എല്ലായിടങ്ങളിലും മിന്നിത്തെളിയുന്ന അലങ്കാര ബൾബുകൾ. ക്രിസ്മസ് പാപ്പയുടെ തൊപ്പിയും അലങ്കാര സാമഗ്രികളും കേക്കുമെല്ലാം വിപണിയിൽ സജീവമായിട്ടുണ്ട്. വസ്ത്രശാലകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലും തിരക്ക് തുടങ്ങി. സ്കൂളുകൾ അടച്ചതോടെ കുട്ടികളെയും കൂട്ടി സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ് എവിടെയും. പല നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീകൾ, പുൽക്കോട്, സാന്താക്ലോസ്, അലങ്കാര ബൾബുകൾ എല്ലാം റെഡി. ക്രിസ്മസ് പുതുവത്സരകാലം കേക്കിന്റെ നാളുകളാണ്. ക്രിസ്മസ് കേക്ക് വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ പരീക്ഷണങ്ങളുമായി ക്രിസ്മസ് കേക്കുകളും വിപണി കീഴടക്കുകയാണ്. ക്രിസ്മസ് നാളിൽ മധുരം പകരാൻ കേക്ക് വിപണി ഉഷാർ. കടകളിൽ കേക്ക് വിൽപ്പന പൊടിപൊടിക്കുകയാണ്. പുഡിംഗ് കേക്ക്,
പ്ലം കേക്കുകൾ, മാർബിൾ, ടീ കേക്ക് തുടങ്ങിയ വിവിധങ്ങളായ കേക്കുകളുടെ നിര നീളുകയാണ്. പ്ലം കേക്കുകൾക്ക് തന്നെയാണ് പ്രിയം. പ്ലമ്മിന്റെ റിച്ച്നെസ് കൂട്ടുകെട്ടുകളിൽ വ്യത്യസ്തത വരുത്തി 10ലേറെ രുചികളിൽ കേക്ക് ഒരുക്കിയിട്ടുണ്ട്. സദാ പ്ലം, റിച്ച് പ്ലം, റോയൽ പ്ലം, ഐറിഷ് പ്ലം, സ്പെഷ്യൽ പ്ലം, കാജു പ്ലം, നട്ട്സ് പ്ലം, പ്ലം വിത്ത് കോംപേസ്റ്റ്, പ്ലം വിത്ത് വനില, പ്ലം വിത്ത് പൈനാപ്പിൾ, പ്ലം വിത്ത് ബട്ടർ, അങ്ങനെ പോകുന്നു വൈവിധ്യങ്ങൾ. 1000 രൂപ വരെ വില വരുന്ന പ്ലം കേക്കുകളുണ്ട്. പുഡിംഗ് കേക്കുകളിലെ വെറൈറ്റി ചക്ക, പൈനാപ്പിൾ, ക്യാരറ്റ്, ഡേറ്റ്സ്, ബനാന, ബട്ടർ സ്കോച്ച് എന്നിവയാണ്. രുചിയിൽ മാത്രമല്ല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലും വൈവിധ്യവുമായാണ് കേക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. ആളുകളുടെ ഓർഡർ അനുസരിച്ച് ക്രിസ്മസ് കേക്കുകൾ തയ്യാറാക്കി നൽകുന്ന കടകളും ഉണ്ട്. പാലിയക്കര ടോൾ പ്ലാസയിലെ പൊതു ശൗചാലയത്തിലെ ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുകുന്നതായി പരാതി. ഇത് സമീപവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. കാനയിലും പരിസര പ്രദേശങ്ങളിലുമായി തുറന്നുവിടുന്ന ശുചിമുറി മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ കലരുകയും ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. കാലങ്ങളായി ശുചിമുറി മാലിന്യം ഇങ്ങോട്ട് ഒഴുക്കുന്നതായാണ് ആക്ഷേപം. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത ടോൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിലവിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇത് ജനങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കുന്ന ടോൾ അധികൃതരുടെ ഈ നയത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ആരും ചെവിക്കൊണ്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം രാജേഷ് കുമാർ പറഞ്ഞു. ഇത് കുറേ നാളുകളായി ഈ ടോളിനെ കൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പൊതുവെ പ്രശ്നമാണ്, അത് നമ്മളൊക്കെ സഹകരിച്ച് പോകണം. ഇപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെപ്റ്റി ടാങ്കിൻ്റെ മാലിന്യങ്ങൾ ഔട്ടർ തുറന്നു വയ്ക്കുക, ഈ ഇതിലേക്ക് ഒഴുക്കി നമ്മുടെ പാടത്തേക്ക് വിടും, കാനയിലേക്ക് വിടും. അപ്പോൾ ഈ പാടത്തേക്ക് കൂടി വന്നിട്ട് നമ്മുടെ സൈഡിലുള്ള കിണറ്റിലുള്ള വെള്ളങ്ങൾ മലിനമാണ്. ഇത് ഇന്ന് വരെ പറഞ്ഞിട്ട് ഒരാളും അധികാരികളും ഒന്നും ഇതിനെ കുറിച്ച് ശ്രദ്ധ കൊടുത്താനോ അതിനന്വേഷിക്കാനോ നേരില്ല. മെമ്പറെ വിളിച്ചിട്ട് നാട്ടുകാർ എപ്പോഴും പരാതി പറയലും ചീത്ത വിളിക്കലാണ് നമ്മളെ. പിന്നെ ഞാൻ വന്ന് വിളിച്ചതുപോലെ വന്ന് കണ്ടപ്പോൾ നേരിട്ട് കണ്ടു ഞാൻ ഈ ഔട്ടർ തുറന്നു വെച്ച് വെള്ളം പോണതും പിള്ളേരോട് നിന്നാ കണ്ടപ്പോൾ വേഗം അത് ഓഫ് ചെയ്തവർ. ഇപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ വന്ന് ആ സുല്ലേടൻ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചെളി പോലെയാണ് അവിടെ കെട്ടിക്കിടക്കണത്. ഇതിക്ക് മുമ്പൊക്കെ പല അധികാരികളും ഇത് ഒന്നും അത് കാണാണ്ടെന്നല്ല അവർ കണ്ണടയ്ക്കണതാണ്. നമുക്കത് പറ്റില്ല. നമ്മുടെ ജനങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ട്, അവരുടെ കൂടെ നമ്മളുണ്ട്. SYS കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിലെ പ്ലാറ്റിനം ഗ്രൗണ്ടിൽ പതാക ഉയർന്നു. ഇതോടെ സമ്മേളന പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി, സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഖാസിം എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. സയ്യദ് തുറാബ് അസഹാഫ് അധ്യക്ഷത വഹിച്ചു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ 1 വർഷമായി നടന്നുവരുന്ന പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപനമായാണ് കേരള യുവജന സമ്മേളനം നടക്കുന്നത്. 4 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ ഡെലിഗേറ്റ്സ് കോൺഫറൻസ്, ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്റോറിക്കൽ ഇൻസെറ്റ്, NJ എക്സ്പോ, ഐഡിയൽ കോൺഫറൻസ്, ഹെറിറ്റേജ് കോൺഫറൻസ്, എത്തിക്കൽ കോൺഫറൻസ്, യങ് ഇന്ത്യ കോൺഫറൻസ് എന്നിവയാണ് നടക്കുന്നത്. PSK മൊയ്ദ് ബാഗവി, IMK ഫൈസി, N അലി അബ്ദുള്ള, PK ബാവ ദാരിമി, കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, CP സൈദലവി ചെങ്ങര, മസ്ജിദ് കങ്ങാട്, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, മുഹമ്മദ് പറവൂർ, അലി ദാരിമി എറണാകുളം, AP അബ്ദുൽ ഹക്കീം, അസ്കരി കാന്തപുരം, പടിക്കൽ അബൂബക്കർ, PA ഫാറൂഖ് നാഇമി എന്നിവർ പ്രസംഗിച്ചു. ICF പ്രസിഡന്റ് സയ്യദ് ആറ്റക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഈ മാസം 26, 27, 28, 29 തീയതികളിലാണ് യുവജന സമ്മേളനം. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ കുട്ടിക്കൂട്ടായ്മയുടെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. മാവിൻചൂട് സെന്ററിൽ നിന്നും ആരംഭിച്ച കരോളിൽ 150ഓളം പാപ്പാമാർ അണിനിരന്നു. ഫ്ലാഷ് മോബോടെ കൂടിയായിരുന്നു കരോൾ ആരംഭിച്ചത്. കരോൾ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷം കുട്ടിക്കൂട്ടായ്മകൾ അവതരിപ്പിച്ച വിവിധ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന സ്പർശം എന്ന പേരിൽ രോഗി സംഗമം സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായിരുന്നു. രോഗവും വാർദ്ധക്യവും മൂലം പള്ളിയിൽ പോകാൻ പറ്റാത്തവർക്കായാണ് സംഗമം സംഘടിപ്പിച്ചത്. വിൻസെന്റ് പോൾ സംഘടനാ പ്രസിഡന്റ് ഷാജു കാളിയങ്കര, സെക്രട്ടറി ജോസ് ബാടപ്പള്ളി എന്നിവർ നേതൃത്വം വഹിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ കേസിൽ 2 യുവാക്കളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയ കേസിൽ 2 യുവാക്കളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവിൽ സ്വദേശി 20 വയസ്സുള്ള സനൽകൃഷ്ണ, ആലത്തൂർ സ്വദേശി 19 വയസ്സുള്ള നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. സനൽ നേരത്തെ കഞ്ചാവ് ഉപയോഗിച്ച കേസിലും നിതിൻ പോക്സോ കേസിലും പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, SI അശ്വിൻ റോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. കേരള സംസ്ഥാന PTAയുടെ എയ്ഡഡ് UP സ്കൂൾ വിഭാഗത്തിൽ ബെസ്റ്റ് PT അവാർഡ് വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂളിന് ലഭിച്ചു. പുരസ്കാര സമർപ്പണം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിൽ നിന്നും PTA പ്രസിഡന്റ് സനൽ മഞ്ഞളി, പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, MPTA പ്രസിഡന്റ് സുഹൃത്ത് സോന, ജിസി ജോസഫ്, ലിജി ജോഷി, ഉമാകൃഷ്ണൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ സന സംഗീത്, VA വൈഗ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. BR അംബേദ്കറെ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധിക്ഷേപിച്ചെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ കമ്മിറ്റി കൊടകര ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷത വഹിച്ചു. AR ബാബു, PC സുബ്രൻ, KS ഉണ്ണിച്ചക്കൻ, സിന്ധു പ്രദീപ്, ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, ഏരിയ ജോയിന്റ് സെക്രട്ടറി PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. ആ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് വളരെ ആസൂത്രിതമായി ഭരണഘടനാ ശില്പിയെ കടന്നാക്രമിക്കുന്ന അവഹേളിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറിയത്. വളരെ ബോധപൂർവം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചു വെക്കുന്നതിന് വേണ്ടി രണ്ടാമത് അമിത്ഷായുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്കെതിരായുള്ള പരാമർശം ഇത് നേരത്തെ ശ്രീരാമനെ സൂചിപ്പിക്കുന്നതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ BJP അധികാരത്തിൽ വന്ന കാലം മുതൽ തന്നെ തുടങ്ങിയതാണ്. നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടന പട്ടികജാതി പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ആക്ഷേപിച്ച, അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കുക, രാജിവെച്ച് പുറത്തു പോകുക, രാജിവെച്ച് പുറത്തു പോകുക. ഭരിക്കും നരേന്ദ്രമോദി, ഭരിക്കും നരേന്ദ്രമോദി, ലോകം മുഴുവൻ ആരാധിക്കും. പൂക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന്റെ അവരോധ കലശം വ്യാഴാഴ്ച നടക്കും. രാവിലെ 8:30-നും 9:30-നും ഇടയിലാണ് കലശം. തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,100 രൂപയും പവന് 56,800 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര രാപ്പാൾ കാടംകുളം ചന്ദ്രൻ 81 വയസ്സ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് ഇരിങ്ങാലക്കുട മുക്കിസ്ഥാനിൽ. രത്നമാണ് ഭാര്യ. ഷാജൻ, ജയൻ, ജയന്തി, ഷാലി എന്നിവർ മക്കളും. മഞ്ജുഷ, ലതിക, സുരേഷ്, ഷാജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. പാലപ്പിള്ളി വലിയ കുളത്താണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മിനി കോൺഫറൻസ് ഹാൾ KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം 27 മുതൽ 30 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പാലിയക്കര ടോൾ പ്ലാസയിലെ പൊതു ശൗചാലയത്തിലെ ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുകുന്നതായി പരാതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.